മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ഹരി റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദമായി ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകുക. തെളിവെടുപ്പ് നടത്തണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ നാളെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനും സാധ്യതയുണ്ട്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഏതായാലും ഗുരുതരമായ കുറ്റകൃത്യമാണ്. തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ നഗ്ന വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചു എന്ന് പറയുന്നു. അതൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘമല്ലേ? അതെ വിനീത, പ്രധാനമായിട്ടും കസ്റ്റഡി അപേക്ഷ തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കസ്റ്റഡിയൽ ഇന്ററോഗേഷൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് രാഹുലിനെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. രാഹുലിന്റെ ഫോൺ ഇതിനോടകം തന്നെ ബന്ധോബസ്തിൽ എടുത്തിട്ടുണ്ട്. ആ ഫോൺ ഇതുവരെ തുറക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പാസ്വേഡ് നൽകാൻ രാഹുൽ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ രാഹുലിന്റെ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളുണ്ട്, മറ്റ് മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഡിവൈസുകളുണ്ട്. ഇവ കൂടി കണ്ടെത്തണം. കാരണം നഗ്ന വീഡിയോകൾ ചിത്രീകരിച്ച ഒന്നിലധികം ഫോണുകൾ രാഹുലിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അവ കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ അതിനകത്ത് നിന്ന് ഈ തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാഹുലിനെ അതിനുവേണ്ടി കസ്റ്റഡിയിൽ ലഭിക്കണം. അതുകൂടാതെ രാഹുലിനെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുകയാണ്. അത് പല ജില്ലകളിലായിക്കൊണ്ട് തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചില സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിജീവിതം നൽകിയിട്ടുള്ള മൊഴി, ആ മൊഴിയിൽ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുക. ഒപ്പം തന്നെയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ കൂടി വരുന്നത്. ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവല്ല കോടതി മജിസ്ട്രേറ്റ് അവധിയായിരുന്നതിനാൽ അത് നാളത്തേക്ക് മാറ്റുകയാണ്. ജാമ്യാപേക്ഷയിൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായി, അതായത് ആദ്യത്തെയും രണ്ടാമത്തെയും കേസുകളിൽ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് കൂടുതലായി കാര്യമായി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യതയാണ് ഈ സമയം കാണുന്നത്. കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിന് കോടതി അനുമതി നൽകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെ രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ആ ചോദ്യം ചെയ്യൽ പൂർത്തീകരിക്കും. MLA ആയതുകൊണ്ട് തന്നെ. മാത്രമല്ല രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണേണ്ടത്. ഇന്നിപ്പോൾ നടന്ന ചോദ്യം ചെയ്യലൊക്കെ തന്നെ രാഹുൽ നിസ്സഹകരണമായിരുന്നു. മാത്രമല്ല പല കാര്യങ്ങളും സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ചോദ്യം ചെയ്യൽ രാഹുൽ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. വിനീത, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.